ഹലോ എവരിവൺ, മൈസെൽഫ് ഡോക്ടർ ജോബു. അപ്പോൾ സ്ഥിരമായി ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാവും, നമുക്ക് എങ്ങനെ അത് വെക്കാൻ പറ്റുമെന്നുള്ളത്. ഞാനൊരു വർക്ക് കാണിച്ചു തരാം. ഇത് 8 യൂണിറ്റ് ആണ്. ഇത് 8 യൂണിറ്റ് ബ്രിഡ്ജാണ്. DMLSന്റെ 8 യൂണിറ്റ് ബ്രിഡ്ജാണ്. ആക്ച്വലി പുള്ളിക്ക് ഒരു പല്ല് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിലെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു പല്ല് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴേക്കും ആ ഫ്രണ്ടിലുള്ള ബോൺ കംപ്ലീറ്റ് നശിച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റുമുള്ള പല്ലെല്ലാം നല്ല രീതിയിൽ ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പല്ലും കൂടി പറിക്കേണ്ടി വന്നു. കാര്യം അവിടെ ബോൺ സപ്പോർട്ട് ഇല്ല, അദ്ദേഹത്തിന് ബോൺ സപ്പോർട്ട് ഇല്ല. പക്ഷെ ഈ പുള്ളിക്ക് ഒരു പല്ല് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് സൈഡിലുള്ള 2 പല്ല് വിട്ടെടുത്ത് അങ്ങനെ 4 പല്ല് സപ്പോർട്ട് കൊടുത്തു. കാര്യം അത് ബലത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പല്ല് നഷ്ടപ്പെട്ടെടുത്ത് നമ്മൾ 8 പല്ലായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പല്ല് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. പല്ല് അവിടുത്തെ എല്ലിൻ്റെ സ്ട്രക്ചർ, സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചർ, അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഈ പല്ല് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും പല്ല് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ആൾക്കാരിൽ നമ്മൾ ഒരു പല്ല് നഷ്ടപ്പെട്ടെടുത്ത് നമ്മൾ 3 യൂണിറ്റ് ബ്രിഡ്ജായിട്ട് നമുക്ക് വെച്ചാൽ മതിയാവും. 3 യൂണിറ്റ് ബ്രിഡ്ജ് തൊട്ടപ്പുറത്തെയും പല്ല് സപ്പോർട്ട് ബലം ഉണ്ടെങ്കിൽ നമുക്ക് 3 യൂണിറ്റ് ബ്രിഡ്ജായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരിൽ ഇതുപോലെ നമ്മൾ 8 യൂണിറ്റ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കുക, നിങ്ങളൊരു നല്ല ഡെന്റിസ്റ്റിനെ കാണുക. കണ്ടതിന് ശേഷം പ്രോപ്പറായിട്ട് എക്സ്റേ എടുത്ത് നോക്കി അസസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കുക. ഡോക്ടർ തീരുമാനിക്കട്ടെ എത്ര പല്ല്, എന്തോരം ചിലവ് വരും എന്നുള്ളത്. അത് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ഘടന അനുസരിച്ചായിരിക്കും പിന്നീടുള്ള ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നല്ലൊരു ഡെന്റിസ്റ്റിനെ ഡോക്ടറിനെ കണ്ട് അധികം പല്ലുകൾക്ക് ചെറിയ കംപ്ലൈൻറ്റ് വരുമ്പോൾ തന്നെ പോയി കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ചിലവുകളില്ലാതെ നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാനോ പല്ല് സംരക്ഷിച്ച് നിർത്താനോ ഒക്കെ സാധിക്കും. ഈ പേഷ്യൻ്റ് ആക്ച്വലി അദ്ദേഹം ഡയബറ്റിക് ആണ്. ആ ഡയബറ്റിക് പുള്ളി കൺട്രോൾ ചെയ്തിരുന്നെങ്കിലോ പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചിരുന്നെങ്കിലോ ഇത്രത്തോളം നഷ്ടം വരത്തില്ലായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. സീ യു.